ഞങ്ങൾ തമ്മിൽ പ്രണയം തീരെ പോകാതെ വിരിയുന്നുണ്ട്. അത് ഇതുപോലെ ഭയങ്കര പ്രണയം. രണ്ടുപേരും ഒത്തിരി കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല, പറ്റിയ ആളിനെ കിട്ടാത്തത് കൊണ്ടാണ്. വേദി വെറുതെ ഇങ്ങനെ ചോദിച്ച് എന്താണ് ഈ പറ്റിയ ആൾ, അല്ല മൈത്രേനെ പോലെയുള്ള ഒരാളൊക്കെ ആണെങ്കിൽ എനിക്കിഷ്ടമാണ്. ഈ കുട്ടികൾ നമ്മൾ വളർത്തി കഴിഞ്ഞവരാണെന്നുള്ള അറിഞ്ഞുകൂടാതെ ഇന്നും വളർത്തിക്കൊണ്ടിരിക്കുന്ന അമ്മയച്ഛന്മാരുമാണ് ഇന്നത്തെ വീടിൻ്റെ ദുരന്തം. അതായത് കല്യാണത്തിന് ശേഷവും വളർത്തിക്കൊണ്ടിരിക്കും പെൺകുട്ടികളെ പറിച്ചു നടുന്ന ആണ് പഴയ സിസ്റ്റം. ഒരു വീട്ടിൽ നിന്ന് നിൻ്റെ വീട് ഇതല്ല എന്ന് ആദ്യമേ തൊട്ട് പഴപ്പിച്ചു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സുള്ളത് കാരണം കൊണ്ട് ഒന്നുമില്ല, കേട്ട് വളർന്നവരായത് കാരണം കൊണ്ടാണ് കുറച്ചത് പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സകല അസ്തിത്വവും നഷ്ടപ്പെടും. അങ്ങനെയാണ് വീടുകളിലായിപ്പോയത് ഈ പ്രായമായവർ. അവരെ നോക്കാൻ ആരും ഇല്ലാത്തവരായി മാറുന്നത് ഇന്നിപ്പോൾ ഈ കേരളം മുഴുവൻ നമുക്ക് കാണാം. പ്രായമായവർ ഒരു വീട്ടിനകത്ത് മക്കളെ കാത്തിരിക്കുന്നവരായിട്ട് മാറുന്നത് വ്യവസായത്തിൻ്റെ മേഖലയിലേക്ക് ഒരു നാടിന് ട്രാൻസ്ഫോം ചെയ്യുന്നു. താങ്കൾ എന്താണ് അഖിൽ മാരാറിന് കൂടെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നില്ല എന്നുള്ളൊരു എന്തോ പേടിയാണ് എന്നുള്ള രീതിയിലെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭയമുള്ള ഒരാളാണോ മൈത്രേയൻ? ആ പ്രണയം കാരണം ഞാൻ എന്നെ ഗുരുകുലത്തിലെ ഗുരു നിത്യനിയതി പുറത്താക്കേണ്ടി വന്നു. കാരണം ഞാൻ 3 മാസമേ ആയിട്ടുള്ളൂ. ഒന്നും അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുക എടുക്കുന്നതിന് പറയുന്നത് ഇവരുടെ കൂടെ നടക്കുക എന്നാണ് കാണുന്നത്. അപ്പോൾ പ്രണയത്തിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പുറത്താക്കി, അവരെ പുറത്താക്കി. അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെയും കൂടെ പുറത്താക്കി. ഓക്കെ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ കസിനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അയാൾക്ക് വേറൊരു ഉത്തരവാദിത്വം കൂടെ ഉണ്ട് എന്ന് ഞാൻ അന്ന് ഇങ്ങനെ പറഞ്ഞു. എനിക്ക് മറ്റൊരു ഉത്തരവാദിത്വം അവൻ്റെ അമ്മയോടുണ്ട്. അതുകൊണ്ട് ഒരു വണ്ടിക്കൂലിയും കൊടുത്ത്, അല്ലെങ്കിൽ സാധാരണ ഗുരുകുലത്തിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കൂലി കൊടുത്തു വണ്ടിക്കൂലിയൊക്കെ തന്നിട്ടാണ് വിടുന്നത്. പക്ഷെ ഞാൻ അവരുടെ കൂടെ അങ്ങ് പോയി. അവർ 6 മാസത്തോളം അവരുടെ കൂടെ ജീവിച്ച് അത് കഴിഞ്ഞ് അവർ ജർമ്മനിക്ക് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കൂടെ പോവുകയൊക്കെ ചെയ്യാമെന്നല്ലോ. വളരെ ഇൻറ്റിമേറ്റായ ബന്ധമുണ്ടായി. ഞങ്ങൾ ഈ അരവിന്ദ ആശ്രമത്തിൽ പോണ്ടിച്ചേരി പോയി താമസിക്കുന്നുണ്ട്. പക്ഷേ അവിടെ വെച്ച് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ഈ ഗുരുകുലത്തിലേക്ക് വന്നത് എന്തിനാണെന്നുള്ള ഡിസ്കഷൻസൊക്കെ ഞങ്ങൾ അവരും ഫിലോസോഫിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ആളാണ്. അപ്പോൾ അവർ പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്യാനായിട്ട് പോകാം, എൻ്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകും. അപ്പോൾ തിരിച്ച് ഗുരുകുലത്തിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, പുറത്ത് അറിഞ്ഞു വിട്ടതല്ലേ. അതുകൊണ്ട് അവർ എന്നോട് പറഞ്ഞെന്ന് കാഞ്ഞങ്ങാട്ടൊരു ആശ്രമമുണ്ട്, അവിടെ പോയാൽ അത് നല്ല സ്ഥലമാണ്, ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പ്രണയം തീരെ പോകാതെ വിരിയുന്നുണ്ട്. അത് ഇതുപോലെ ഭയങ്കര രണ്ടുപേരും ഒത്തിരി കരഞ്ഞു. പിരിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഞാനന്ന് ഈ പോകുന്നത് വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കണം, ലോകത്ത് യുദ്ധം ഒഴിവാക്കണം, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഗുരുകുലത്തിൽ പോകുന്നത്. അതിൻ്റെ പ്രോസ്പെക്ടസൊക്കെ വായിച്ചിട്ടാണ് ഞാൻ ഈ പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ പിന്നെ പ്രണയത്തിൽപ്പെട്ടു പോയതുകൊണ്ട് പുറത്തായി പോയി എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞുകൊണ്ട് രണ്ടാമത് വീണ്ടും ഒന്നേന്ന് സുല്ലിട്ട് തുടങ്ങത്തില്ലേ നമ്മൾ, ഒന്നേന്ന് തുടങ്ങാം എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ ഈ കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൽ പോകുന്നത്. അത് ഇവർ അടുത്തുനിന്ന് ഗുഡ് ബൈ പറഞ്ഞിറങ്ങിയതാണ്. ആ പ്രണയം വളരെ ഡീപ്പാണ്. അപ്പം അത് കല്യാണത്തിലേക്ക് പോകണം എന്നുള്ളൊരു തോട്ട് അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പോയത് വേറെ കാരണങ്ങൾ കൊണ്ടാണല്ലോ. അതെനിക്ക് വളരെ ശക്തമാണ്. ഈ അന്വേഷിക്കുക, ലോകത്തിനെ പറ്റി മനസ്സിലാക്കുക, അത് വളരെ ശക്തമായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രണയം ഉണ്ടാകുമ്പോഴും രണ്ടുപേരും ആശ്രമത്തിൽ വെച്ചിട്ടാണല്ലോ കാണുന്നത്. അവരും ആശ്രമങ്ങളിലൊക്കെ ആയിട്ട് നടക്കുന്ന അന്നത്തെ ഈ പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. അതുകൊണ്ട് നമ്മൾ പോയി താമസിക്കുന്നത് അരവിന്ദാശ്രമത്തിലല്ലേ. അപ്പോൾ അതിൻ്റെ തീമിലാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ അന്ന് അരവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനകത്ത് പണിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉണ്ടാക്കുന്ന മണ്ണൊക്കെ ചുവന്ന് ഇടുക, അവർ എല്ലാവരും കൂടെ ഒത്തിരി മനുഷ്യർ ചേർന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ പങ്കുചേരുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം എന്നും ഈ വിഷയങ്ങളാണല്ലോ നമ്മൾ തമ്മിൽ ഇഷ്ടത്തോടെ പെരുമാറുമ്പോഴും സംസാരിക്കുന്നത് മുഴുവൻ ഇതുപോലുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു തീമുണ്ട്. അപ്പോൾ അത് മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് അവർ തന്നെയാണല്ലോ എന്നോട് സജസ്റ്റ് ചെയ്യുന്നത് പോയി താമസിക്കാൻ കൊള്ളാവുന്ന ആശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ പിരിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശരിക്കും സന്യാസ ജീവിതം ആരംഭിക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഞാൻ നേരത്തെ ചോദിച്ച സംഭവം. അത് ഈ ഗുരുകുലത്തിൽ ചെന്ന് പഠിക്കുകയാണ് നമ്മൾ. ഈ വിഷയങ്ങൾ പഠിക്കുന്നില്ലേ, അവിടെ വെച്ചിട്ടാണ്. അതുവരെ ഞാൻ ഈ ലോകത്ത് മാറ്റം വരുത്തുന്നതിനെ പറ്റിയുള്ള യുക്തികൾ മാത്രമേ ഉള്ളൂ. ഈ സ്വയം രക്ഷപ്പെടുന്ന യുക്തിയൊന്നും എനിക്ക് രക്ഷപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കുന്ന പോലുമില്ല ഞാൻ. ഈ മോക്ഷം
അങ്ങനെയുള്ള വാക്കുകൾ എനിക്കില്ല. അതില്ലാതാണ് ഞാൻ ഈ ലോകത്ത് ഈ വഴിയിൽ കൂടെ നന്നാകത്തുള്ളൂ. അത് അവർ പറയുന്ന ഒരു ഫിലോസഫിയിലുണ്ടായിരുന്ന ഒരു നിലപാട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അന്നത്തെ ഇതിനകത്ത് ഇറങ്ങുന്നത്. അത് അവർ ഞാൻ ഈ സന്യാസികളായിരിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഇരുന്നിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുക, അല്ലെങ്കിൽ ലോകത്തുള്ളവരെ രക്ഷിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ തീം. അപ്പോൾ അതിന് നീന്തലറിയാവുന്ന ആളിന് മാത്രമേ നീന്തൽ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് ഒരു ശരി നമുക്ക് തോന്നിപ്പോയി. അപ്പോൾ നീന്തൽ അറിഞ്ഞുകൂടാത്ത ആളും കൂടെ വെള്ളത്തിൽ ചാടി രണ്ടുപേരോടെ മുങ്ങിച്ചാകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊരു ന്യായം തോന്നി. സ്വയം രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അന്നത്തെ ഫിലോസഫിക്കകത്ത് അത് ശരിയായിട്ട് അനുഭവിച്ചു. അപ്പോൾ അത് കാരണം കൊണ്ട് എന്നെ ഒരുക്കണ്ട, അപ്പോൾ അതുവരെ എനിക്ക് എന്നെ രക്ഷിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ഞാൻ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ലോകത്തിനെ രക്ഷിക്കുന്നത്, ലോകത്ത് സമാധാനം വരണം, രക്ഷിക്കുക എന്ന് പറയുന്ന അർത്ഥം യുദ്ധമൊക്കെ ഇല്ലാതെ ആൾക്കാർ പരസ്പരം സ്നേഹത്തോടെ കഴിയണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതിന് അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഈ തീം. പക്ഷെ സ്വയം അതിനു വേണ്ടി പണിയെടുക്കണം എന്ന് പറയുന്ന അതൊരു ശരി പറയുന്ന പോലെ അനുഭവിച്ചു. അതുകൊണ്ട് അന്ന് തൊട്ട് പിന്നെ ഞാനാണെങ്കിൽ അന്ന് ഈ ഗുരുകുലത്തിലോട്ട് ഞാൻ പോകുന്നത് 3 പെട്ടിയായിട്ടാണ് പോകുന്നത്. നിറച്ച് വസ്ത്രവും സകല സാധനം, ഷേവിങ് കിറ്റ് തൊട്ട് ക്യാമറ വരെ ഉണ്ട്. ഇതെല്ലാം ആയിട്ടാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഈ ആളുകൾ പറയുന്ന സന്യാസത്തിൻ്റെ യുക്തിക്കകത്തേ അല്ല. ഞാൻ ഈസ്റ്റ് ടു വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ സയൻസ് ഓഫ് ദി അബ്സല്യൂട്ട് എന്നൊക്കെ പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റി പോയ പോലെ തന്നെ ഞാൻ അങ്ങോട്ട് പോയത്. അല്ലാതെ ഈ ആളുകളുടെ അവിടെ ചെന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത്, ഇത് വേറൊരു സ്ട്രീം ഇതിനകത്തുണ്ടെന്നുള്ളത്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഇവരിങ്ങനെ പറഞ്ഞ്, അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വേഷമൊക്കെ പുതിയതിട്ട്. അപ്പോൾ ഒരു അമേരിക്കക്കാരൻ എന്നോട് ചോദിച്ച്, ആർ യു ബ്രിങ്ങിങ് ഫാഷൻ ടു ദ ഗുരുകുല? യൂണിഫോം അല്ല, അവിടെ ഏത് വസ്ത്രവും ഇടാൻ പറ്റും. സന്യാസ ജീവിതം നയിക്കുന്നവരാകുന്നവർക്ക് മാത്രമാണ് അവർ സ്വയം സന്യാസം എടുക്കുന്നതിന് ശ്രമിക്കുന്നവർക്കുള്ളത് മാത്രമാണ്. അല്ലാതെ യൂണിഫോം ഒന്നും ഇല്ലാത്ത ഗുരുകുലം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന സ്ഥലം മാത്രം, ഒരു ഗുരുവിനോട് ഒത്ത് നിന്ന് പഠിക്കുന്ന സ്ഥലം മാത്രം. അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാരവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ എനിക്കാണെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഞാനിങ്ങനെ വായിച്ചും പഠിക്കുകയും അമേരിക്കൻ മാഗസിൻസൊക്കെ വായിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് എനിക്ക് അവരുമായിട്ട് അങ്ങ് ചേരാൻ പറ്റും. കാരണം മനുഷ്യർ തമ്മിൽ എന്ന് ഭാഷയിലെ ഹ്യൂമറൊക്കെ മനസ്സിലാവുമെങ്കിൽ പെട്ടെന്ന് നമുക്ക് റാപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് അവരുമായിട്ടാണ് ചേരുന്നത്. അതുകൊണ്ട് ഈ ഗുരുകുലത്തിലെ ഗുരുവിനെ അവരെല്ലാം പേരാണ് വിളിക്കുന്നത്, നിത്യ എന്ന് വിളിക്കുന്നത്. ഞാനും നിത്യ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ മറ്റ് സ്വാമിമാർ പറയാം, ഇത് അങ്ങനെ വിളിച്ചുകൂടെ, നമ്മൾ ഗുരു എന്ന് പറയണം. അപ്പോൾ അത് എനിക്ക് എപ്പോഴും കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അത് ആ ഒരു യുക്തിക്കകത്തായിരുന്നു സത്യത്തിൽ ജീവിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഈ തരത്തിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഞാൻ ആ സ്വയം രക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന പ്രോസസ്സിലാണ് പിന്നെ അങ്ങോട്ട് ഇടപെടുന്നത്. അങ്ങനെ ഒരു ഇതും ഇല്ലാതെ തെണ്ടി നടക്കുക, കാട്ടിപ്പോവുക, തപസ് ചെയ്യുക എന്ന് പറയുന്ന സാധനങ്ങൾ, ജപിക്കുക, ലക്ഷക്കണക്കിന് ജപിക്കുക, ഇതൊക്കെ ഇങ്ങനെ അത് അന്നത്തെ അഹന്ത പോണം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ തെണ്ടിയൊക്കെ നടക്കുന്നത്. നാട്ടുകാർ മുഴുവനെടുത്ത് നമ്മളെ കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിനകത്തു നിന്നൊക്കെ നമ്മൾ മറികടന്ന് വരുന്ന ഇങ്ങനെയൊക്കെയുള്ള തീംസാണ് അതിനകത്തുള്ളത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, എടുക്കുക എന്ന് ചെയ്തിട്ടാണ് പിന്നെ ഒരു പർട്ടിക്കുലർ ഘട്ടത്തിൽ ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് എതിയായിട്ട് അമ്മയ്ക്ക് ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, അവർ തമ്മിൽ ബന്ധുത്വം മാത്രമല്ല, അവർ തമ്മിൽ നല്ല കൂട്ടായിരുന്നു. അവർ പരസ്പരം കത്തുകൾ എഴുതുന്ന. അപ്പോൾ ഞാനിങ്ങനെ വന്നിട്ട് വേറൊരു ആശ്രമത്തിൽ പോയിരിക്കുന്നു എന്നൊക്കെ അമ്മ എഴുതി. അപ്പോൾ ഒരു കത്ത് എനിക്ക് അഡ്രസ്സ് ഇല്ലല്ലോ. പക്ഷെ ഞാൻ അമ്മയ്ക്കൊരു കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്ന ആശ്രമത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അമ്മ എഴുതിയപ്പോൾ അമ്മ ഒരു കത്ത് എനിക്ക് എഴുതിയിട്ട് അമ്മയ്ക്ക് അയച്ച കത്തിനകത്ത് വെച്ച് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എൻ്റെ അഡ്രസ്സിനകത്ത് അമ്മയെ എഴുതി എനിക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കത്ത് എനിക്ക് വരിക. അപ്പോൾ ആ കത്തിനകത്ത് എഴുതുന്നത് വേഗം തിരിച്ച് ഗുരുകുലത്തിൽ പോകണം, ഞാനിവിടുന്ന് കുറച്ച് പേരെ പറഞ്ഞു വിടുന്നുണ്ട്, അവർ നീ അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ ഷോക്ക്ഡായിപ്പോയി. ഞാൻ മറ്റേ ആശ്രമത്തിൽ കംപ്ലീറ്റ് ഇതിനകത്ത് ഇമേഴ്സ് ചെയ്ത് ജീവിക്കുകയാണ്. വലിയ പ്ലാനൊക്കെ ആയിട്ട് അവിടെ കഴിയുന്ന കാലത്താണ് ഈ കത്ത് വരുന്നത്.
അങ്ങനെയാണ് ഞാൻ തിരിച്ച് ഈ പറയുന്ന ഗുരുകുലത്തിൽ ചെല്ലുന്നത്. അപ്പം എന്നെ മറ്റേ ആശ്രമത്തിനകത്ത് ഇരുന്ന സ്വാമി പറഞ്ഞ് ഗുരുക്കന്മാർ പറഞ്ഞാൽ അനുസരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് മറ്റേ വലിയ പ്ലാനൊക്കെ ഇട്ട് ഇവിടെ നാളെ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്ന പോലെയുള്ള പ്ലാനായിരുന്നു അവിടെ. അപ്പോൾ വേറെ സംഭവം വന്നിട്ട് നമ്മൾ പോകുന്നു പറയുന്ന പോലുള്ളൊരു പോക്ക്. അങ്ങനെ ഞാൻ തിരിച്ചവിടെ പോയി അവിടെ ജീവിക്കാൻ തുടങ്ങി. പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് അമേരിക്കയിലായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്ന് തിരിച്ചു വരുമ്പോഴത്തേനും ഞാൻ ഈ ഗുരുകുലത്തിനകത്തുള്ള ഇതെല്ലാം അവിടെ നിന്ന് പുസ്തകമൊക്കെ വായിച്ചു. അവിടെ വെച്ചാണ് ഈ മൈത്രേയൻ എന്ന് പറയുന്ന കാര്യമൊക്കെ. അപ്പം അങ്ങനെ ഞാൻ ഈ പേര് മാറ്റണം, എൻ്റെ പേര് മാറ്റണം എന്നൊക്കെയുള്ള ആഗ്രഹിച്ചിരിക്കുമ്പോൾ യതി വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് പറഞ്ഞിങ്ങനെ പേര് മാറ്റണം എന്നുണ്ട്. അപ്പോൾ യതി ഒരു ചടങ്ങുണ്ടാക്കി. ഈ ബ്രഹ്മചാരിയായി ഗുരുകുലത്തിനകത്തെ ബ്രഹ്മചാരി എന്ന് പറയുന്ന ഒരു യതിയുടെ ശിഷ്യനായിട്ട് യഥാർത്ഥത്തിൽ അംഗീകരിച്ച് എന്നെ സ്വീകരിക്കുന്ന നിലവാരത്തിലൊരു ചടങ്ങ്. എൻ്റെ കാലൊക്കെ കഴുകി ഇങ്ങനെ സ്നാപകയോഹന്നാനെ പോലെയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ കവിതാപൂർവമൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് പേരെന്നെ മാറ്റി ഒഫീഷ്യലായിട്ട് ഈ പേരിടുന്നത്. അങ്ങനെയാണ് ആ പേര് മാറ്റുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഗുരുകുലത്തിനകത്ത് ആദ്യത്തെ വർഷത്തിൽ അപ്പോൾ എന്നെ പുറത്താക്കിയതൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ആദ്യമൊക്കെ ആളുകൾ എന്നോട് ഇങ്ങനെ അകറ്റി നിർത്തിയൊക്കെയായിരുന്നു വേണ്ടുന്നത്. പിന്നെ കുറച്ച് നാൾ കൊണ്ട് ഞാൻ ഗുരുകുലത്തിനകത്ത് പഠിക്കുന്നതും അതിൻ്റെ നടത്തുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ അറിയാതെ ഞാനങ്ങ് ഇൻവോൾവായി. ഇൻവോൾവായി ആ സ്ഥാപനം നടത്തുന്ന അപ്പോൾ ഏതി പുറത്തൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നടത്തുന്ന സ്ഥലത്തേക്ക് അങ്ങ് മാറുകയും ഞാൻ അവിടുത്തെ ഊട്ടിയിലെ ഫേൺ ഹിൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അത് നടത്തുന്ന ആളായിട്ട് അങ്ങ് മാറുന്നു. അത് അന്ന് തൊട്ട് ഞാൻ ശരിക്കും ഈ സന്യാസത്തിൻ്റെതായ എല്ലാ യുക്തികളിലാണ് പിന്നെ ജീവിക്കുന്നത്. ഗുരുകുലത്തിൻ്റെ നടത്തിപ്പുകാരനായി മാറുന്നുണ്ട്. 8-9 വർഷമാകുമ്പോഴത്തേന് ഞാൻ 3ാമത്തെ ആളായിട്ടൊക്കെ എല്ലാവരും അംഗീകരിച്ച് അപ്പോൾ ഇതിന് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഗുരുകുലങ്ങളെല്ലാം നോക്കുന്ന ആളായിട്ടൊക്കെ ഞാൻ മാറുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ശേഷമാണ് പിന്നീട് ജയശ്രീ ടീച്ചർ വരുന്നതും. അത് വരുന്നത് ഞാൻ ഈ ഗുരുകുലം വിട്ട് വന്ന് പിന്നെ ഈ എക്സ് നക്സലൈറ്റുകളെന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുന്ന ആൾക്കാർ എൻ്റെ കൂടെ തന്നെ BA പഠിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ കാണണം. ഞാൻ ഈ ഗുരുകുലം വിട്ടിട്ട് വരുമ്പോൾ ആദ്യം അയാളെയാണ് കാണുന്നത്. വീട്ടിലൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ അയാളെ കണ്ട് സംസാരിക്കുമ്പോൾ അയാൾ ഈ നക്സലൈറ്റ് പാർട്ടി വിട്ടിട്ടിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് പലതും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് വേറെ പാർട്ടി വിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് സാംസ്കാരിക വേദിയുടെ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമൊക്കെ ആയിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട് തന്നെ ഗുരുകുലമായി മാറ്റിയായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും തന്ന പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ അവിടെ വന്ന് താമസിക്കും. ഗുരുകുലം വിട്ടെങ്കിലും ഞാൻ വന്ന് താമസിക്കുന്ന എൻ്റെ വീട് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലായിരുന്നു. പ്രോപ്പർട്ടി ഗുരുകുലത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഞാൻ തന്നെ ചെയ്യണമായിരുന്നു അന്ന്. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അന്ന് വലിയൊരു തുക വേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ ഞാൻ ഗുരുകുലം വിട്ടു പോരാത്ത കാരണം കൊണ്ട് അത് ഗുരുകുലമായിട്ട് തുടരുകയായിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ യതി പറഞ്ഞ് എനിക്കൊരു കത്തയക്കുന്നുണ്ട്, ഇത് നീ വിട്ട് പോയ സ്ഥിതിക്ക് ഇത് ഗുരുകുലത്തിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ പേരിൽ തന്നെ ഇരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ സ്ഥലമായിട്ട് തന്നെ തുടർന്നു. അങ്ങനെ മാറുന്ന പ്രോസസ്സിലാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനമൊക്കെ ചെയ്ത് ഒരു 2 വർഷത്തോളം നമ്മൾ കഴിഞ്ഞു. അവിടെ തന്നെ ഞാൻ എൻ്റെ വീട് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുക അതൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നാട്ടിലുള്ളവർക്ക് മുഴുവൻ വരാൻ പറ്റുന്ന ഒരു ഇടമായിട്ടത് മാറ്റി, കുട്ടികൾ മുഴുവൻ വരുന്ന ഒരു കളിസ്ഥലമായിട്ട് മാറ്റി. ഇങ്ങനത്തെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഫെമിനിസ്റ്റ് മേഖലകൾ അതുപോലുള്ള പുസ്തകങ്ങളൊക്കെ മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഒരു സ്ത്രീയോടൊത്ത് ജീവിക്കുന്നതാണ് ശരി എന്നുള്ള ബോധ്യം. അപ്പം ഈ ഒരു സ്ത്രീയെ ഇങ്ങനെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അന്നൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനെ പറ്റിയൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു 5 വയസ്സുള്ള പ്രായമുള്ള ഒരു കുട്ടിയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ആദ്യത്തെ ഈ പാടുപെടാതെ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒക്കെ ആലോചിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടത്തില്ല, പ്രണയിക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞുള്ള ഒരു സ്ത്രീയെ കിട്ടി പ്രണയിക്കാൻ എളുപ്പമല്ലല്ലോ ഇത് നമ്മൾ തീരുമാനിക്കുമ്പോൾ. അതുപോലെ പ്രണയിക്കാൻ തന്നെ ആളുകളെ കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനൊക്കെ പറ്റുന്ന നിലവാരത്തിൽ ഞാനിങ്ങനെ വന്നിന്ന് ജീവിക്കുന്ന രീതിയിൽ
ചുറ്റുപാടൊക്കെയുള്ള പെൺകുട്ടികളൊക്കെ വരും. പക്ഷെ അവരുടെ അടുത്ത് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. കാണാനും ചിരിക്കാനും പറ്റും എന്നുള്ളതല്ലാതെ ഇൻ്റലക്ച്വലായിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷന് സാധ്യതയില്ലാത്ത മനുഷ്യരാണ് ആ സമയത്ത് ജീവിതം മുഴുവൻ വരുന്നത്. അപ്പോൾ അറിയുന്ന, പക്ഷേ ഒരു സ്ത്രീയോടൊത്ത് ജീവിക്കണമെന്ന് തീരുമാനിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ എനിക്കൊരു കത്താണ് വരുന്നത്, യതിയുടെ കത്തായിരുന്നു, ഈ ഗുരുവിൻ്റെ. അതും ഇതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് മാത്രമേ എനിക്കറിയാവൂ. ജയശ്രീ അവിടെ വല്ലപ്പോഴും ചെല്ലും. അപ്പോൾ യതിയെ കണ്ട്, ജയശ്രീ MSc പഠിച്ചതിന് ശേഷമാണ് MBBS പോകുന്നത്. അപ്പോൾ ഒരു 26 വയസ്സൊക്കെ ആയി. അപ്പോൾ ഇൻസിഡൻ്റലായിട്ട് യതി ചോദിക്കുന്നതാണ്, എന്താണ് ഈ കല്യാണമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചിട്ടൊന്നുമില്ല, പറ്റിയ ആളിനെ കിട്ടാത്തത് കൊണ്ടാണെന്ന്. അപ്പോൾ യതി വെറുതെ ഇങ്ങനെ ചോദിച്ച്, എന്താണ് ഈ പറ്റിയ ആൾ? അപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞതാണ്, അല്ല മൈത്രേനെ പോലെയുള്ള ഒരാളൊക്കെ ആണെങ്കിൽ എനിക്കിഷ്ടമാണെന്ന്. അപ്പോൾ ഇത് ഓർമ്മ വന്നല്ലോ, ഞാനിങ്ങനെ ഒരു പെണ്ണിനെ അന്വേഷിച്ച്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കത്തെടുത്ത് എഴുതി, നിന്നെ പ്രണയിക്കുന്നൊരു പെണ്ണിങ്ങനെ മെഡിക്കൽ കോളേജിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുണ്ട്, അതുകൊണ്ട് അത് നോക്കുന്നതായിരിക്കും നല്ലതെന്നുള്ള നിലവാരത്തിൽ കത്തായിരുന്നു. അപ്പം ഞാൻ മറുപടി എഴുതി, സന്യാസിയെ പ്രണയിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്നെ ഒരു തവണയോ 2 തവണയോ ജയശ്രീ അന്ന് കണ്ടിട്ടുണ്ടാവും. അവർ ഒരു 4-5 മെഡിക്കൽ കോളേജ് സ്റ്റുഡൻസ് ഒന്നിച്ച് വന്നിട്ടാണ്. അപ്പോൾ അവർ ഒന്നിച്ച് വരുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് ജയശ്രീക്ക് എന്നോട് പ്രത്യേകിച്ച് അടുപ്പമുണ്ടെന്നുള്ളത് എക്സ്പ്രസ് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ അറിയില്ല. അപ്പോൾ ഈ കത്ത് കിട്ടി, ഇപ്പം ഞാൻ എഴുതി, സന്യാസിയെ പ്രണയിച്ച പെൺകുട്ടി ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരനെ അപ്പം ഞാൻ അപ്പോഴത്തേനും കമ്മ്യൂണിസ്റ്റുകാരന് മറ്റേ നക്സലേറ്റ് ആൾക്കാരുമായിട്ടൊക്കെ കൂട്ടുകൂടി കമ്മ്യൂണിസമൊക്കെ പഠിച്ച് അങ്ങനത്തെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങ് ആയിപ്പോയി. അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനെ പ്രണയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയും. അങ്ങനെയാണ് ജയശ്രീയെ കാണാൻ പോകുന്നത്. ജയശ്രീയെ കാണാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് പറഞ്ഞ്, അപ്പോൾ കാരണം ഞാൻ സന്യാസിയായിട്ടൊക്കെ അറിയപ്പെടുകയും ഇപ്പം നക്സലേറ്റായിട്ട് അറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നിലവാരത്തിലൊക്കെ നിൽക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞ്, ഞാനിങ്ങനെ ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് അവിടെയൊക്കെ നടക്കുന്നുണ്ടാവും, കാരണം പരിചയപ്പെട്ടിട്ട് മാത്രമേ ബന്ധം ഉണ്ടാക്കുന്നതിനെപ്പറ്റി ഞാൻ ആലോചിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ വീട്ടുകാർക്ക് മുഴുവനും, എൻ്റെ ബന്ധുക്കളായിരിക്കുന്ന ഒരു 100 കണക്കിന് പേര് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ കാണുന്നുണ്ടാവില്ല ഞാൻ അവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിങ്ങനെ, ഞാനിങ്ങനെ സ്ത്രീയായിട്ട് നടക്കുന്ന കാണുമ്പോൾ അവർ ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി, ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാണ് പോയത്. പറഞ്ഞിട്ട് അപ്പോൾ ഞാനിതിങ്ങനെ അവർ ഒന്നാമത് ഞാൻ സന്യാസിയാകാൻ പോയത് തന്നെ ഷോക്കിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ സന്യാസി, അപ്പം അമ്മ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, നീ സന്യാസിയാകാൻ പോയത് തന്നെ നമുക്ക് താങ്ങാൻ പറ്റാത്തായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അത് ഞങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞപ്പോഴാണ് ദേ ഇപ്പോൾ ഈ നക്സലേറ്റ് എന്താണിത് എന്നൊക്കെ ചോദിക്കുന്ന അമ്മ ഇങ്ങനെ എഴുതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരിച്ചിരി വിഷമം വരണ്ട. വേറെ ഒരു ഞങ്ങൾ വീട്ടുകാർ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ജീവിതത്തിന് അങ്ങനെ നിർണ്ണയിക്കാവുന്ന ഒരു സ്പേസും ഇല്ല അപ്പോഴും. പക്ഷേ ഒരു മര്യാദയുടെ മേളിലാണ് ഞാനതിങ്ങനെ പറയുന്നത്, ഞാനിങ്ങനെ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ചക്കകത്ത് തന്നെ അവിടുന്ന് വിളി വന്നു, നിങ്ങളുടെ ഒരു സ്വാമിമോൻ അവിടെ ഇങ്ങനെ ഒരു പെണ്ണുമായിട്ട് കറങ്ങുന്നുണ്ട്. അച്ഛന് ഭയങ്കര ഫ്രീഡമായി പോയി. അതൊക്കെ എന്നോട് പറഞ്ഞിട്ടാണ് അവൻ പോയതെന്ന് ഇങ്ങനെ പറഞ്ഞവിടെ പുള്ളിക്കൊരു ഫ്രീഡം ഉണ്ടായി. അപ്പോൾ അതിങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, നീ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വിളി വന്നായിരുന്നു, ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസിലാണ് അങ്ങനെ പോയി ഞാൻ ജയശ്രീയെ കാണുന്നത്. പിന്നെ ഞങ്ങളൊരു 2 വർഷം ശരിക്കും പറഞ്ഞാൽ ചെല്ലുമ്പോൾ തൊട്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിനകത്തും അഭിപ്രായ വ്യത്യാസമുള്ളത്. ജയശ്രീ ഫിലോസഫിയും അതിനോട് ബന്ധപ്പെട്ട് ലോകവീക്ഷണമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാനാണെങ്കിൽ കയ്യിൽ ചെല്ലുമ്പോൾ ഫെമിനിസ്റ്റ് പുസ്തകമാണ്, അത് ജയശ്രീക്ക് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വായിക്കുകയും പഠിക്കുകയും ഞങ്ങൾ 2 പേരും കൂടി ഈ 2 വർഷം എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോറേഷൻ ലൈഫിനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും ലോകത്തിനെ പറ്റിയും നമ്മൾ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ ഒരു കുടുംബം എന്നൊരു കോൺസെപ്റ്റിൽ അതിപ്പോൾ സമൂഹത്തിലേക്ക് താങ്കളുടെ ഒരു കുടുംബ സങ്കല്പം അപ്പോൾ ശരിക്കും എന്താണ്? കുടുംബം എന്ന് പറയുന്നത് പഴയ കാലം, അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത്. വ്യത്യസ്തമായ കുടുംബങ്ങളുണ്ട്, അല്ലെ കുടുംബം എന്ന് പറഞ്ഞാൽ എന്തോ എല്ലാവർക്കും അറിയാവുന്ന പോലെ തോന്നും. ഓരോ നാട്ടിലും ഓരോ പ്രദേശത്തിനും അതുപോലെ തന്നെ ഓരോ സാമൂഹികമായ സിസ്റ്റം എന്ന് പറഞ്ഞ് അതിന് മുമ്പ് അല്ലാതെ നമ്മൾ ആരും ആലോചിക്കുന്നൊന്നുമില്ല. അത് ഫെമിനിസവും മാർക്സിസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് കുടുംബം ഒരു സിസ്റ്റമാണെന്ന് മനസ്സിലായി. അതിപ്പോൾ പലതരത്തിലെ കുടുംബങ്ങളുണ്ടെന്ന് മനസ്സിലായി.
ഗോത്രത്തിനകത്ത് ആൾക്കാർ 3 ലക്ഷം വർഷത്തോളം മനുഷ്യരായിട്ട് കഴിയുമ്പോൾ അവർ ഗോത്രത്തിലാണ് കഴിഞ്ഞിരുന്നത്. അവിടെ നമ്മൾ ഈ പറയുന്ന കുടുംബമൊന്നുമില്ല, ഗോത്രം മാത്രമേ ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ കുടുംബം എന്ന് പറയുന്നത് കൃഷിയോട് ബന്ധപ്പെട്ടാണ് ഈ കുടുംബം എന്ന് പറഞ്ഞ അപ്പോഴും നമുക്ക് കാണാൻ പറ്റും കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. രക്തബന്ധത്തിൽ അന്ന് രക്തബന്ധം ആണ് നമ്മളെല്ലാവരും കാണുന്നത്, അല്ലാതെ ജെനറ്റിക്സ് ഒന്നും പറഞ്ഞിടല്ലോ. അപ്പോൾ മനുഷ്യരെ തമ്മിൽ ചേർക്കുന്ന രക്തമാണ് എന്നുള്ളത്. അപ്പോൾ അന്നത്തെ മുഴുവൻ കഥയ്ക്കും രക്തം ഇറ്റ് വീഴിക്കുക, രക്തം എടുത്ത് നെഞ്ചത്ത് വയ്ക്കുക എന്ന് പറയുന്ന തരത്തിലാണല്ലോ നമ്മൾ കാണുന്നത്. രക്തം എന്ന് പറഞ്ഞാണ് ജീവൻ്റെ അടിസ്ഥാനം രക്തമാണ് എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ഫിലോസഫിയും അങ്ങനത്തെ ലോകവീക്ഷണങ്ങളാണ് മനുഷ്യർക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടാണ് കുടുംബസങ്കല്പം നിൽക്കുന്നത്. അത് കൃഷി കുടുംബമാണ്. അതിൽ ശേഷമാണ് നമ്മൾ ഈ വ്യവസായം വരുന്നത്. ആ വ്യവസായം വരുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്ന ഒരു മക്കളും മാത്രമുള്ള എന്ന് പറഞ്ഞാൽ മുതലാളിമാർ കണ്ടുപിടിച്ച് ഒരാളെ നമുക്ക് ജോലിക്ക് വേണം. അപ്പോൾ അയാൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സപ്പോർട്ട് സിസ്റ്റം വേണം, അതിന് കുടുംബം വേണമെന്ന് അവർക്ക് മനസ്സിലായി. അല്ലാതെ ഒറ്റയ്ക്ക് ഒരാളെ ജോലിക്കെടുക്കാനൊക്കത്തില്ല, അയാൾ തിരിച്ചു പോകണ്ടേ. അപ്പോൾ ഫാക്ടറി ഉണ്ടാക്കുന്നിടത്ത് വന്ന് നിൽക്കണ്ടേ. അപ്പം ദൂരെ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ അയാൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്ന് കണ്ടെത്തുന്നുണ്ട്. അപ്പം അയാൾക്ക് താമസിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞുണ്ടായത്. ക്വാർട്ടേഴ്സ് ഉണ്ടായപ്പോൾ ആദ്യത്തെ ക്വാർട്ടേഴ്സുകളിനകത്തൊക്കെ ഈ കുടുംബത്തിലുള്ളവരെ വിളിച്ചുകൊണ്ട് വന്നാലേ ഇവർ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഇതെല്ലാവരും കാണുന്ന മുതലാളിമാർ തിരിച്ചറിയുന്ന ഒരു സ്ഥലമാണ് ഈ ഫാക്ടറി ഓണേഴ്സ്. അപ്പോൾ ഈ വീടുകളൊക്കെ വെച്ച് ക്വാർട്ടേഴ്സ് വെച്ച് കൊടുക്കുമ്പോൾ 10-15 പേര് വരും. എന്ന് പറഞ്ഞാൽ അപ്പൂപ്പനും അമ്മൂമ്മ, ഈ കസിൻസ് എന്നൊക്കെ പറഞ്ഞ അമ്മാവന്മാരെന്ന് പറയുന്നവർ എല്ലാവരും കൂടെ അല്ലേ വരുന്നത്. അവർ അതാണല്ലോ കുടുംബം. കൃഷി കുടുംബത്തിനകത്ത് കുടുംബം അതാ. ഇത്രയും പേർക്ക് വെച്ച് വിളമ്പി കൊടുത്തിട്ട് ഒരുത്തനെ ജോലിക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണല്ലോ. അപ്പോൾ ഈ അവർ മനസ്സിലാക്കി ഇത് കൊടുക്കാമെന്ന് മനസ്സിലായി. അങ്ങനെ മുതലാളിമാരെന്ന് ചോദിച്ചാൽ 5 മുറിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു കുടുംബത്തിനകത്ത് അവർ 3 ആക്കി 2 ആക്കി. അപ്പം എന്ത് പറ്റി, ആളുകളെ സംബന്ധിച്ചോളം അപ്പൂപ്പനെ അമ്മൂമ്മയെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് ഈ ഭാര്യയും ഭർത്താവും മക്കളും ഉള്ളത് നമ്മൾ ഇന്ന് പറയുന്ന അണുകുടുംബം ഉണ്ടാകുന്നത് ഫാക്ടറിയോട് ബന്ധപ്പെട്ടുണ്ടായതാണ്. അല്ലാതെ ആളുകൾ തിരഞ്ഞെടുത്തതൊന്നുമല്ല. ആളുകളുടെ മറ്റും ഭാവമൊക്കെ പണ്ടേ ഭാര്യയും ഭർത്താവും മാത്രമായിട്ട് കൊച്ചിനെ വളർത്തി കഴിയുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വെറുതെ വിചാരിക്കുക ചെയ്യുന്നത്. അങ്ങനെയൊന്നും ലോകത്തില്ല. നമ്മുടെ നാട്ടിനകത്ത് ഇപ്പോഴും കൃഷി കുടുംബത്തിനകത്ത് ഇഷ്ടംപോലെ പേരുണ്ട്. വലിയ ഫാമിലി, വലിയ ഫാമിലി അല്ലത്, കൃഷി കുടുംബമാണ്. കൃഷി കുടുംബം. അങ്ങനെ അത് പഠിക്കണ്ടേ. ഇതൊക്കെ നമ്മൾക്ക് ഈ സിസ്റ്റമൊക്കെ അറിയാതെ ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ഇമോഷൻസും കാര്യങ്ങളും അതൊക്കെ വേറെ വിഷയമാണ്. ഇമോഷൻ ഇല്ലാതെ മനുഷ്യരുണ്ടോ? അല്ലാതെ മൈത്രി തന്നെ പലപ്പോഴും തിരിച്ചറിവുള്ളൊരു ജീവിയാണ് അല്ലേ. അതെ പറഞ്ഞ ഇമോഷൻ ഇല്ലാത്ത ഒരു ജീവിയെ പറ്റിയൊന്നും നമ്മൾ സംസാരിക്കുന്ന കാര്യമൊന്നും അല്ല ഈ പറയുന്നത്. കുടുംബം എങ്ങനെ ഉണ്ടായെന്നുള്ളതായി പറയുന്നത്. കാർഷിക കുടുംബം എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് നമ്മൾ താമസിച്ച് കൃഷി ചെയ്യുമ്പോൾ ആ ഭൂമിയിൽ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. മക്കൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഫാക്ടറി വരുമ്പോൾ ഫാക്ടറിക്ക് ജോലി ചെയ്യാനുള്ള ആൾക്കാരുണ്ടാകുകയും ഉദ്യോഗസ്ഥരുണ്ടാകുകയും ചെയ്യുമ്പോഴേ വീട് വിട്ടു പോകാൻ ബാധ്യത വരും. ഇതൊക്കെ സംഭവിക്കുന്ന, അല്ലാതെ നമ്മളാരെങ്കിലും തിരഞ്ഞെടുത്തതൊന്നും അല്ല. ഇതൊന്നും ആൾക്കാർക്ക് അങ്ങനെ അറിയാത്തതുകൊണ്ടാണ്. വിഷയം അറിഞ്ഞുകൂടാതെ ആൾക്കാർ ഇങ്ങനെ പണ്ടേ തൊട്ട് കൊണ്ട് കുടുംബം എന്നൊക്കെ. ഇപ്പോഴും നിങ്ങൾ പോയി ആദിവാസികളുടെ നോക്കിയാൽ മതി, അങ്ങനത്തെ കുടുംബം ഇല്ല. അവിടെ ഒരു സ്ത്രീക്ക് ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് ബന്ധം ഉണ്ടാക്കി കുഞ്ഞുണ്ടാകുമ്പം ആ അമ്മമാരെല്ലാവരും കൂടെ ചേർന്ന് കുഞ്ഞിനെ വളർത്തുകയായിരുന്നു. എല്ലാവരും കൂടെ ചേർന്നാണ് വളർത്തുന്നത്. അല്ലാതെ ഒരു അമ്മയും അച്ഛനും കൂടെ കൊച്ചിനെ വളർത്തുന്ന പണിയൊന്നും ഈ ഗോത്രത്തിലൊന്നും ഇല്ല. നമ്മളാണ് അറിയേണ്ടത്. നമുക്കത് അറിയാത്തതുകൊണ്ടാണ് ആൾക്കാർ അതൊക്കെ അങ്ങനെ സംസാരിക്കുന്നത്. ഞാനൊക്കെ ഈ പറയുമ്പോൾ ഈ വിഷയം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അപ്പോൾ കാർഷിക കുടുംബത്തിനകത്താണ് നമ്മൾ ഈ ബന്ധുക്കളെന്ന് പറയുന്നവരുണ്ടാകുന്നത്. ആ ബന്ധുക്കളുടെ വലിപ്പം കൂടുന്ന അനുസരിച്ചിട്ടാണ് ഒരു ചെറിയ ഗ്രാമം പോലും ആ എല്ലാവരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധങ്ങളുള്ളവരായിരിക്കും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഒരിടത്ത് താമസിക്കുക ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ തരത്തിലാണ്. അതിനെയാണ് ഇപ്പോൾ ഈ നമ്മൾ പറയുന്ന ആദിവാസികളെന്ന് പറയുന്നവരും കൃഷി ആരംഭിച്ചവരാണ്. യഥാർത്ഥത്തിൽ ആദിവാസികളെന്ന് പറഞ്ഞാൽ ഹണ്ടർ ഗ്യാദറേഴ്സാണ്. അവർക്ക് ഒരിക്കലും ഒരിടത്ത് താമസിക്കുന്നുണ്ടാകത്തില്ല. ഭക്ഷണം തേടി പോകത്തേ ഉള്ളൂ. ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഒരിടത്ത് റൂട്ടഡ് ആകുന്നത്, ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് അറിയേണ്ടതുണ്ട്. ഇതൊന്നും അറിഞ്ഞുകൂടാതെ ആൾക്കാർ ഇങ്ങനെ പറയുമ്പോൾ ഈ കുടുംബം എന്ന് പറയുന്നതിനെ പറ്റി നമ്മൾ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ജയശ്രീ ഞാനും തമ്മിൽ. അപ്പം ആ കൂട്ടുകൂടുന്ന സമയത്ത് നമ്മളിത് മുഴുവൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ 2 പേര് മാത്രമായിട്ട് നടത്തുന്ന കുടുംബം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് നമ്മൾ പറയുന്ന അണുകുടുംബം എന്ന് പറയുന്നത് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായതാണ്. അതുകൊണ്ടാണ് ഈ വീടും ഭാഗം വെച്ച ആൾക്കാർ മാറുന്നിടത്തെത്തിയത്.
കാരണം വിദ്യാഭ്യാസം നേടി ഓഫീസുകളിൽ പോയി ജോലി ചെയ്യുന്നവരോ ഫാക്ടറി പോയി ചെയ്യുന്നവർക്ക് വീട്ടിലുള്ളവരെല്ലാവരും കൊണ്ട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. കാരണം അവിടെ അതിനുള്ള സൗകര്യമില്ല. 2 മുറിക്കകത്ത് ജീവിക്കണ്ടേ എല്ലാവരും. അപ്പോൾ അമ്മയും അച്ഛനും അപ്പൂപ്പനെ കൊണ്ട് തന്നെ കൊണ്ടുവരാനൊക്കത്തില്ല. അപ്പോൾ അങ്ങനെയാണ് വീടുകളിലായിപ്പോയത് ഈ പ്രായമായവർ. അവരെ നോക്കാൻ ആരും ഇല്ലാത്തവരായി മാറുന്നത് ഇന്നിപ്പോൾ ഈ കേരളം മുഴുവൻ നമുക്ക് കാണാം. പ്രായമായവർ ഒരു വീട്ടിനകത്ത് മക്കളെ കാത്തിരിക്കുന്നവരായിട്ട് മാറുന്നത് വ്യവസായത്തിൻ്റെ മേഖലയിലേക്ക് ഒരു നാട് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫറുള്ളവരാണ്, അവരെ എവിടോട്ടും ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ വരികയും ഈ ഫാക്ടറി ഉള്ളിടത്ത് പോയിട്ട് ജോലി ചെയ്ത് ക്വാർട്ടേഴ്സ് എടുത്ത് ജീവിക്കുന്നവരായിട്ട് മാറി. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന അണുകുടുംബം, ഭാര്യയും ഭർത്താവും മക്കളും ഉണ്ടാകുന്ന കുടുംബം. അത് നമ്മുടെ ഇഷ്ടം കൊണ്ടുണ്ടായതല്ല, അത് ഈ സിസ്റ്റം കൊണ്ടുണ്ടായതാണ്. കൃഷി കുടുംബത്തിനകത്ത് ഒത്തിരി പേര് ജീവിക്കാൻ പറ്റും. കാരണം ആ ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ അമ്മയും അച്ഛൻ്റെയും അറിവിനകത്താണ് നമ്മളും വളരുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ട് പോകുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ആ അറിവില്ല. അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. എൻജിനീയർ ആകുന്നതിനകത്ത് അമ്മയ്ക്കും അച്ഛനും എന്ത് റോൾ വരും? അവർക്ക് അവരുടെ അനുഭവജ്ഞാനം ഒന്നും അവിടെ പറയാനൊക്കത്തില്ല. വേറൊരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ വരുന്ന ആൾക്കാർ പഴയതുപോലെ ജീവിക്കാനായിട്ട് നിർബന്ധിക്കപ്പെടുന്നത് നമ്മളെന്തോ കുറ്റം ചെയ്യുന്നു. ഈ വീട്ടിലേക്ക് തിരിച്ച് പോകാനൊരു വിദ്യാസമ്പന്നനായ അവർക്ക് പറ്റത്തില്ല. അവരുടെ ജോലി വേറെ സ്ഥലത്താണ്. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല. അവധി എടുത്തിട്ട് വേണം അമ്മയ്ക്കും അച്ഛനും അസുഖം ഉണ്ടെങ്കിൽ പോകാൻ. അവധി തീരുന്ന അവർക്ക് ഓഫീസിനകത്തോ അല്ലെങ്കിൽ ഫാക്ടറിയിലെ ജോലി തീർത്തില്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമാണെന്ന് അറിയുന്നവരാ. അപ്പോൾ ഒരു കാല് പുറത്ത് വെച്ചിട്ട് മറ്റൊരു കാലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിനെ പറ്റി ഒരിക്കൽ മനസ്സിലായപ്പോഴാണ് ഞാനും ജയശ്രീയും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലി രൂപപ്പെടുത്തുമ്പം ദ മോസ്റ്റ് മിസറബിൾ ഫാമിലിയാണ് ലോകത്ത് ന്യൂക്ലിയർ ഫാമിലി. ഒരു കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്നത് 10 പേരെങ്കിലും ചേർന്നിട്ട് നടത്തിയിരുന്നൊരു പ്രവൃത്തിയാണ്. അവിടെയാണ് ഒരാൾ 2 പേര് ചേർന്ന് ഇത് ചെയ്യുന്നത്. ഭാര്യമാർ ആയിട്ടിരിക്കാൻ അവരും കൂടെ ജോലി ചെയ്താലേ വരുമാനമാകത്തുള്ളൂ. അപ്പോൾ 2 പേരും പുറത്ത് പോകും. അപ്പോഴാണ് നമ്മൾ ക്രഷ ഉണ്ടാകുന്നത്, ഈ LKG UKG ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നത്, സ്കൂളിൽ വിടുന്നത്. അപ്പോൾ കുട്ടിക്കാലം വളരെ നീണ്ട് 10-18 വർഷത്തെ പണിയായി. മറ്റേതങ്ങനല്ല. ഗോത്രത്തിനകത്താകുമ്പോൾ 3 വയസ്സാകുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വേറെ കുഞ്ഞുങ്ങളുമായിട്ട് കളിച്ചങ്ങ് പോകും. അത് അവരൊന്നിച്ചാണ് വളരുന്നത്. അപ്പോൾ ആര് വേണേലും അവരുടെ ജീവിതത്തിനകത്ത് അപ്പോൾ ഇടപെടും. അല്ലാതെ ഈ അമ്മയുടെ കുഞ്ഞാണത് എന്നുള്ള നിലവാരത്തിലല്ലേ. കുട്ടികളും വലിയവരും മാത്രമേ ആ ഗോത്രത്തിലുള്ളൂ. ബന്ധുക്കളിലെ നമ്മൾ കൃഷി കുടുംബത്തിനകത്ത് വരുമ്പം ബന്ധുക്കളായിരിക്കുന്നവരെല്ലാവരും പറയുമ്പോൾ ഞാനത് പറഞ്ഞ കൃഷി കുടുംബത്തിലേ ഉള്ളത്. ജോയിന്റ് ഫാമിലി ആയിട്ട് ജീവിക്കുന്നത് കൃഷിക്കാരോ കച്ചവടക്കാരോ അല്ലാത്തവർക്ക് അസാധ്യമാണ്. എങ്ങനെ പറ്റും? നിങ്ങൾക്ക് കിട്ടുന്ന ക്വാർട്ടേഴ്സിനകത്ത് 10 മുറിയുണ്ടോ? ഇല്ല. അല്ല, പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ഇൻലോസ് ഒക്കെ ആയിട്ടാണ് താമസിക്കുന്നത്. നിങ്ങൾ ഇൻലോസ് ആയിട്ട് താമസിക്കുന്നത് നിങ്ങൾ മാത്രം. നിങ്ങൾ പഠിച്ച് നട്ട പോലെ അവിടെ താമസിക്കുന്നുള്ള വല്ലവരുടെയും വീട്ടിൽ താമസിക്കുന്നുള്ളല്ലാതെ നിങ്ങളുടെ വീട്ടിലല്ല താമസിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം. നിങ്ങളുടെ യൂണിറ്റിൻ്റെ കൂടെ നിങ്ങളും നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ ആണ് താമസിക്കുന്നതെങ്കിൽ അമ്മയച്ഛൻ്റെ കൂടെ എങ്ങനെ താമസിക്കും? അല്ല, ഞാനും എൻ്റെ ഹസ്ബൻഡും ഇൻലോസും. അതെങ്ങനെ അവർ താമസിക്കുന്നത്? ഞാൻ ഭർത്താവിന് എന്താണ് പണി? ബിസിനസ്സാണ്. അതാണ് ഇത് തന്നെയാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ കച്ചവടക്കാരായിരിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ അത് അല്ലാത്തവർക്ക് സാധ്യമല്ല. അപ്പോഴവർ ചെയ്യുന്നത് പ്ലാൻ ചെയ്തിട്ട് അടുത്ത സ്കൂളിൽ ജോലിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത സ്കൂളിൽ ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ പാടാണ്. ട്രാൻസ്ഫർ ഉള്ള സ്കൂളിലാണെങ്കിൽ എങ്ങനെ പറ്റും? അഹമ്മദാബാദിലെ അവിടെയാണ് ജോലി കിട്ടിയത്, ഫാക്ടറിയിൽ ജോലി കിട്ടിയതെങ്കിൽ എങ്ങനെ പറ്റും? ഇത് നിങ്ങൾക്ക് വിഷയം മനസ്സിലാക്കി സംസാരിക്കണം, അല്ലെങ്കിൽ അവർ തെറ്റിപ്പോകും. ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയല്ല. നമ്മളപ്പോൾ തൊഴിൽ ചെയ്യുന്നില്ല, നിങ്ങൾ വരുമാനം ഉണ്ടാക്കാനായിട്ട് പോകാതിരിക്കുന്നത് അവിടെ വേറെ വരുമാനം ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാത്തൊരു പണിയെടുത്തേ പറ്റൂ. അപ്പോഴാണ് ഈ പറയുന്നത് ലോകം മുഴുവൻ ഈ കൃഷിയൊക്കെ ഉണ്ടായത് അങ്ങനെയാണ്. അല്ലാതെ അമ്മയും അച്ഛനും നോക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് കൃഷി ഉണ്ടായത്? ഫാക്ടറി ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് അതെല്ലാം ഉണ്ടായത്. ഇത് നമ്മൾ ആ സിസ്റ്റം മനസ്സിലായാലേ പറ്റൂ. നമുക്ക് ഇന്ന് ഇവിടെ ട്രാൻസിഷനായിട്ട് നമ്മുടെ നാട്ടിൽ വ്യവസായവൽക്കരണം അത്ര ശക്തമായിട്ട് എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്ന ന്യായമൊക്കെ കുറച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ പറ്റത്തില്ല. നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾ വ്യാപകമാക്കുകയാണെന്ന് വെച്ചോ, അപ്പം അവിടെ പോയി താമസിക്കേണ്ടി വരത്തില്ലേ? വേറൊരു നഗരത്തിനകത്ത് നിങ്ങളൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ അമ്മയും അച്ഛനെ എങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ അവർ പറയും ഞങ്ങൾ ഇവിടുന്ന് വരത്തില്ല, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന കിട്ടും. ഇത് എല്ലാ വീട്ടിലും അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ കാനഡയിൽ പോയി ജോലി ചെയ്യുന്നവർ മറ്റുള്ള ഇങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ സിസ്റ്റം മാറിയിട്ടില്ലെന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അല്ലാതെ വേറെ ഇല്ല.
അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി ഉള്ള അറിവാണ് ഞാനും ജയശ്രീ തമ്മിൽ ആരംഭിക്കുമ്പം. അപ്പോൾ രണ്ടുപേര് വ്യക്തിപരമായി എന്താണ് തീരുമാനമെടുക്കാൻ കഴിവുള്ള മെച്ചുവറായ ആൾക്കാരായിരിക്കുന്ന കാരണം കൊണ്ട് വീട്ടുകാരുടെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ സാങ്ഷൻ മേടിക്കേണ്ട ലോകമൊന്നുമില്ല എനിക്കൊക്കെ. നമ്മൾ അത് എന്നേ കഴിഞ്ഞ് കടന്നവരാ, കുട്ടികളല്ല. അതുകൊണ്ട് ആ തരത്തിൽ തീരുമാനമെടുക്കുന്ന സമയത്ത് ഈ എന്താണ് നാട്ടുകാരുടെ മുഴുവൻ അംഗീകാരം തേടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ജീവിക്കേണ്ട, അത് ആവശ്യമില്ലാത്തവരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളതിപ്പോൾ ഈ രജിസ്ട്രേഷൻ നടത്തി വിവാഹം എന്ന് പറയുന്നത് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഉത്തരവാദിത്തമുള്ളവരാണ്. അല്ല നാട്ടുകാർ പറയുന്നത് കൊണ്ടും സാക്ഷിയുള്ളത് കൊണ്ടും അല്ല നമ്മൾ പെരുമാറുന്നത്. സ്വന്തമായിട്ട് വ്യക്തിത്വം ഉണ്ടാകുകയും സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിവുള്ളവരായി മാറുകയും ചെയ്ത കാരണം കൊണ്ട് മറ്റുള്ളവരെ പേടിച്ച് ചെയ്യേണ്ടി വരുന്ന ഒന്നും തന്നെ എൻ്റെയൊക്കെ ജീവിതത്തിൽ, ഞാനും ജയശ്രീയുടെയും ജീവിതത്തിലില്ല. ജയശ്രീ ഡോക്ടറായിട്ട് മാറുന്നതാണ്, അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് വിവാഹം തന്നെ രജിസ്റ്റർ ചെയ്യേണ്ട എന്ന് പറയുന്നിടത്തേക്ക് ഞാൻ അത് രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ള അർത്ഥമൊന്നുമല്ല. അത് ചെയ്താലേ നമ്മൾ ഒന്നിച്ചിരിക്കത്തുള്ളൂ എന്നുള്ള അർത്ഥമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യപ്പെടും എന്ന് സ്വയം അറിയുന്നത് കൊണ്ട് മാത്രമാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും കൂടെ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന് പറയുന്നത് കുട്ടി വളരുന്നതനുസരിച്ച് അച്ഛനും അമ്മയും അല്ലാതായി മാറി തുല്യരായി മാറുന്ന പ്രോസസ്സിനകത്താണ് നമ്മളുള്ളതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്. അപ്പം മക്കളായിട്ട് ജനിച്ച് വളർത്തുന്ന സമയത്ത് മാത്രമാണ് അമ്മയും അച്ഛനെന്ന് പറയുന്ന റോളുള്ളത്. 18ാമത്തെ വയസ്സിനാകുമ്പോൾ അവർ നമ്മളെ വിട്ട് സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളവരായി മാറും. പണ്ടങ്ങനെയല്ല, മക്കൾക്ക് അങ്ങനെ അവകാശമില്ല. അമ്മയുടെ അച്ഛൻ്റെ എക്സ്റ്റൻഷനായിരുന്നു. കൃഷി കുടുംബത്തിലായതുകൊണ്ടാണ് അമ്മയുടെ അച്ഛൻ്റെയും പേരിൻ്റെ പുറയിൽ പേരുമൊക്കെ ആയിട്ട് മക്കളെ നിന്നിരുന്നത്. അണുകുടുംബത്തിനകത്തെത്തി ഫാക്ടറിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ അവരുടെ അറിവും തൊഴിലും അമ്മയുടെ അച്ഛൻ്റെയും തുടർച്ചയല്ല, വിച്ഛേദം സംഭവിച്ചു കഴിയും. ഇത് ഞാൻ പറയുന്നത് കൊണ്ടുണ്ടാകുന്നതല്ല, ഇത് തിരിച്ചറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. എന്ന് ഡോക്ടറായിരിക്കുന്ന സ്കൂളിൽ പോയി പഠിച്ച് ഡോക്ടറായവർക്ക് കൃഷിക്കാരനായ അച്ഛന് അമ്മയെ എന്ത് പറഞ്ഞു കൊടുക്കും? ഹാർട്ട് ഇങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് പറയൂ. ആകെയുള്ള സ്ഥലം എന്താണ്? അവരുടെ ജീവിതത്തിനകത്ത് അവർ രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കും, സാമൂഹ്യ പ്രവർത്തകരായിരിക്കും, ഉദ്യോഗസ്ഥരായിരിക്കും, വ്യവസായം ചെയ്യുന്നവരായിരിക്കും. ഈ ആളുകളുടെ ജീവിതത്തിനകത്ത് ഒരു അഭിപ്രായം പറയാൻ സത്യത്തിൽ അമ്മയ്ക്കും അച്ഛനും യാതൊരു അറിവുമില്ല. പക്ഷേ അവർക്ക് അവരുടെ ഇണയെ തിരഞ്ഞെടുക്കാൻ സമ്മതിക്കത്തില്ല. ഇതാണ് വരുന്ന പ്രശ്നം. ഈ ട്രാൻസിഷൻ തിരിച്ചറിയാതിരിക്കുന്ന ഈ കുട്ടികൾ നമ്മൾ വളർത്തി കഴിഞ്ഞവരാണെന്നുള്ള അറിഞ്ഞുകൂടാതെ ഇന്നും വളർത്തിക്കൊണ്ടിരിക്കുന്ന അമ്മയച്ഛന്മാരുമാണ് ഇന്നത്തെ വീടിൻ്റെ ദുരന്തം. ഓക്കെ, അതായത് കല്യാണത്തിന് ശേഷവും വളർത്തിക്കൊണ്ടിരിക്കും സ്വയം. ഇത് നിയമപരമായിട്ട് തന്നെ അവർക്ക് അവകാശമില്ല. 18ാമത്തെ വയസ്സിൽ ഒരാൾ പറയാണ് അച്ഛനെയും അമ്മയും വിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനൊക്കത്തില്ല. കാരണം അവകാശം ഉണ്ടെന്നുള്ളതാണ്. പൗരരും പ്രജകളും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതാണ് തിരിച്ചറിയേണ്ടത്. അപ്പം ഇത് അറിയുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ തീരുമാനമെടുത്ത് ജീവിക്കാൻ പറ്റുമെന്നും ഞാൻ വളർത്തുന്ന കുഞ്ഞ് സ്വാഭാവികമായിട്ട് 18ാമത്തെ വയസ്സിൽ എൻ്റേതല്ലാതായി മാറും എന്നെനിക്ക് അറിയുന്ന കാരണം കൊണ്ടാണ് 18ാമത്തെ വയസ്സായപ്പോൾ ഞാൻ അവൾക്കൊരു കത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇത്തരം നമ്മൾ ഞാൻ വളർത്തിയിരിക്കുന്നതിനേക്കാളും സങ്കീർണമായ ഈ തരത്തിലുള്ള ട്രാൻസിഷനുള്ള പല പ്രശ്നങ്ങളും അവൾ കൺഫ്രണ്ട് ചെയ്യും. അതിനുള്ള എന്ത് ചെയ്യാൻ പറ്റും എന്ന് മാത്രമാണ് ഞാൻ ആ കത്തിനകത്ത് എഴുതുന്നത്. ഇതൊരു 3ാം ലോക രാജ്യമാണ്, പെട്ടെന്ന് ജോലി കിട്ടാനൊക്കെ എളുപ്പമല്ല എന്നൊക്കെ അറിയുന്ന കാരണം കൊണ്ട് കുറച്ച് നാളൂടെ ഞാൻ അങ്ങനെയാണ് 20 വയസ്സ് വരെ അവർക്ക് സപ്പോർട്ട് കൊടുക്കും. അപ്പോഴത്തേന് സ്വന്തമായി വരുമാനം ഉണ്ടായി തന്നെത്താൻ ജീവിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് എൻ്റെ മകൾ മാറിക്കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പണി തീർന്നു. അതുകൊണ്ടാണ് കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെയാണ്. ജയശ്രീയെ ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ള അർത്ഥം അതിനകത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ടീമായി വർക്ക് ചെയ്തിരുന്ന വർക്ക് തീർന്നു. ഒരു കുട്ടിയേ ഉള്ളൂ, അവളെ വളർത്തി കഴിഞ്ഞപ്പോൾ തീർന്നായി. വേറൊരു കുട്ടിയുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തുടരണ്ടോ? അത് തീരുന്ന ഈ കുട്ടികൾ വളർന്ന് സ്വന്തമായി നിലനിൽക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ ആ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞു എന്ന് തിരിച്ചറിയേണ്ട കാലത്താണ് നമ്മളുള്ളത്. അതറിഞ്ഞുകൂടാതെ ആൾക്കാർ തുടരുന്നത് കൊണ്ടുണ്ടാകുന്ന സംഘർഷങ്ങളാണ് ഈ വീടുകളിൽ മുഴുവനും. അപ്പം ഞാനും ജയശ്രീയും കനിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അനുഭവിക്കേണ്ട. സ്വാഭാവികമായിട്ട് ഞങ്ങൾ 3 പേരും സ്വന്തമായ തീരുമാനം എടുക്കാൻ കഴിവുള്ള വ്യക്തികളായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 3 പേരുള്ള വ്യക്തിത്വമുള്ള ആൾക്കാർ മാത്രമാണ്. അപ്പം നമുക്ക് കാണുമ്പം സന്തോഷമായിട്ട് കാര്യം പറയാൻ പറ്റും.
കാണണമെന്ന് ആഗ്രഹമുള്ളപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കും. പിന്നെ ഇന്ന് ആധുനികമായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ തന്നെയാണ് എല്ലാവരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് അത് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ചിലപ്പോൾ നമുക്കൊരു ഇമോഷൻസ് എന്തായാലും ഇപ്പം നേരത്തെ ഇമോഷൻസ് ഇല്ലെന്ന് ആരാ പറയുന്നത്? ഇത് ആരും പറയുക അല്ല. അപ്പൊ മോളുടെ കാര്യത്തില് ഇപ്പൊ ഇന്റർഫിയർ ചെയ്യണം, ഒരു അഭിപ്രായം പറയണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അഭിപ്രായം പറഞ്ഞുകൂടാന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചോദിച്ചാൽ പറയാം. ഒരാൾ ചോദിക്കുകയാണ്, ഇത് ഞാൻ ഇന്ന് പറയുന്നത് മാത്രമല്ല, പണ്ടും ആളുകൾ മനസ്സിലാക്കിയാണ്. അടയ്ക്കയായാൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരമായാൽ വെച്ചുകൂടാ എന്ന് ഈ മലയാളികൾ പറയുന്നതാണ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. അത് നമ്മളാണ് അറിയേണ്ടത്. തന്നോളം വളർന്നു കഴിഞ്ഞാൽ താനെന്ന് വിളിക്കണം എന്നും മലയാളികൾ പറയുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാനിത് പറയുന്നതല്ല. പക്ഷെ സിസ്റ്റം മാറുമ്പം അത് വളരെ മൂർത്തമാകും. അത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അവകാശമുള്ളവരായി പണ്ടാണെങ്കിൽ അടയ്ക്കാമരം വളരുമ്പോൾ വെക്കരുതെന്ന് മാത്രമേ പഠിക്കുന്നുള്ളൂ. അല്ലാതെ ഈ അവകാശമുള്ളവരായിട്ട് അന്നും മാറിയിട്ടില്ല. ഇന്നങ്ങനല്ല. വീട് വിട്ടു പോയി നിൽക്കാനുള്ള അവകാശമുള്ളവരാണ്. 18 വയസ്സ് ഇപ്പോൾ ഒരു പെൺകുട്ടിയും പയ്യനും തമ്മിൽ പ്രണയമായി. വീട്ടുകാരെല്ലാവരും കൂടെ ഭയങ്കര വഴക്കും ബഹളമൊക്കെ ഉണ്ടാക്കി. പോലീസുകാർ വന്ന് എല്ലാവരും കൂടെ പിടിച്ചിട്ടുണ്ട്, കോടതിയിൽ കൊണ്ടുപോയി. അപ്പോൾ കോടതിയിലുള്ളവർ അവർ ചോദിക്കും, എത്ര വയസ്സായി? 18 വയസ്സായി. നിങ്ങൾക്ക് ആരുടെ കൂടെ പോകണം? അത് ഞാൻ ആ ചെറുക്കൻ്റെ കൂടെ പോകും. കഴിഞ്ഞ്. ഇത് ആലോചിക്കാനൊക്കത്തില്ല പണ്ട്. കാരണം അമ്മയുടെ അച്ഛൻ്റെ അനുവാദത്തോടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അതാണ് അമ്മയും അച്ഛനും ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുന്നത്. അവർക്ക് അവകാശമില്ല, അവർ തെറ്റാണ് ചെയ്യുന്നത്, അമ്മയും അച്ഛനും തെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കോടതി പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഷിഫ്റ്റ് സിസ്റ്റം മാറി എന്നുള്ള അറിയാത്ത അമ്മയെ അല്ല. ഇമോഷൻ്റെ പ്രശ്നമൊന്നും അല്ലത്. ഇമോഷനൊക്കെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഗൾഫിൽ ജോലിക്ക് പോകുമ്പം റെയിൽവേ സ്റ്റേഷനിലും എന്താണ് എയർപോർട്ടിൽ നിന്ന് കരയുകയൊക്കെ ചെയ്യും. പക്ഷെ പോകത്തില്ലേ? അത്രേ ഉള്ളത്. കരച്ചിൽ വേണ്ടെന്ന് ആരാണ്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത്രേ ഉള്ളു. ഇമോഷൻസ് ഒക്കെ ലോകത്ത് നിൽക്കുമ്പോൾ മക്കളെ സ്കൂളിൽ വിടുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ബോർഡിംഗ് സ്കൂളിൽ വിടുന്ന സമയത്ത് കരയത്തില്ലേ ആൾക്കാർ? കരയുകയൊക്കെ ചെയ്യും. ഇതെല്ലാം ചെയ്യും. എന്തിനാ നഴ്സറിയിലേക്ക് പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ മുഴുവൻ കരയത്തില്ലേ? അവരെ വലിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. എന്നിട്ട് ആ ഇമോഷനെ പറ്റി ആൾക്കാരെന്താ പിന്നെ കൺസിഡർ ചെയ്യാത്ത? എനിക്ക് സ്കൂളിൽ പോകണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്ത എന്താ? അപ്പം നിങ്ങൾ പറയും അത് ആവശ്യമുള്ള ഇത് ഇത്രയേ ഉള്ളത്. കുഞ്ഞുങ്ങളെ മുഴുവനും പീഡിപ്പിച്ചിട്ടുണ്ട് സ്കൂളിൽ വിടുന്നത്. ഒരു കുഞ്ഞും സ്കൂളിൽ അല്ലെങ്കിൽ പോകത്തില്ല. അത്ര ചില കുഞ്ഞുങ്ങൾ അങ്ങനെ കൂട്ടുകാരോട് കളിക്കാൻ താല്പര്യമുള്ളവർ, വേറെ ആരും പോകത്തില്ല. ബാക്കിയുള്ളവർ മുഴുവൻ തരം കിട്ടിയ വയറ്റ് വേദനയാണ്, തലവേദനയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കിടക്കാനല്ലേ നോക്കുന്നത്. ഈ ഇമോഷൻസിനെ പറ്റി അപ്പോൾ ചർച്ച ചെയ്യാത്തെന്താ? അല്ല, ഇമോഷൻസിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ട്. സ്കൂൾ സിസ്റ്റത്തിനെ കുറിച്ച് അത് വേറെ. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, സ്കൂൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ ആ സമയത്ത് വേണ്ടതാണിതെന്നുള്ള ബോധ്യത്തോടെ വളരെ ദുരിതമായിട്ട് കുഞ്ഞുങ്ങളോട് പെരുമാറും. അടിച്ചു ഉപദ്രവിച്ചിട്ട് നമുക്കൊക്കെ അടി കിട്ടിയതിനൊന്നും ഒരു കണക്കില്ല. ഞാനൊക്കെ വളർന്നത് നാട്ടുകാരും ഒക്കെ അടിക്കുമായിരുന്നു. അല്ല, നാട്ടുകാർ അങ്ങനെ ചെയ്യും അന്ന്. കാരണം കുട്ടികളായിട്ടാണ് അവർ കാണുന്നത്. വെറുതെ ഞാനത് തമാശക്ക് പറയല്ല. നമ്മൾ വെള്ളത്തിൽ നീന്തി കൂട്ടുകാരുമായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ അതുവഴി ഇങ്ങനെ വന്നിട്ട്, നീ ആ മേലയിലേ ഉള്ളതല്ലേ, ഇങ്ങനെ മേലയിലെന്ന് പറയുന്ന ഒരു വീട് ഉള്ളതല്ലേ, ആണ്, കയറടാൻ കേട്ടെന്ന് പറഞ്ഞു. പിടിച്ച് 2 അടി നിന്നിട്ട് നമ്മളെ പിടിച്ചോണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. അവിടെ കിടന്ന് തല കുത്തിച്ചാൽ വല്ല പനിയും പിടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ അടി തന്ന ആര് ഇതിന് പ്രായമായവർക്ക് അങ്ങനെ ചോദ്യം അന്ന് സാധ്യമല്ല. പ്രായമായവർക്ക് അവകാശമുള്ള ആളായിരുന്നു. ഗ്രാമത്തിലൊക്കെ ഇപ്പോഴും ആൾക്കാരത് ചെയ്യും. ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി എല്ലാവർക്കും. കാരണം ഇത് അങ്ങനെ ചെയ്തുകൂടെ. ഇന്നങ്ങനെയാണെങ്കിൽ നമ്മൾ അടിക്കുവല്ലം ചെയ്ത് കഴിഞ്ഞാൽ കുറ്റം കൂടാണ്. ഇന്ന് പണ്ടങ്ങനല്ല. പ്രായമായവരെല്ലാവരും അടിക്കും. പോകുന്ന വഴിക്ക് ഒരു തട്ടും തന്നെ വെച്ച് പോകും. ഇറങ്ങ്, മരത്തിലൊക്കെ കയറിയിരിക്കുന്നതുകൊണ്ട് ഇറങ്ങി താഴേക്കാണ്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു ലോകമായിരുന്നു. ആ ട്രാൻസിഷനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഈ അവകാശമുള്ളവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, പ്രായപൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആ ആളുകൾക്ക് ഇതുവരെ അമ്മയും അച്ഛനും പറഞ്ഞിരുന്ന പോലെ അല്ല ഇനി തുടരേണ്ടതെന്ന് അമ്മയച്ഛന്മാർ തിരിച്ചറിയാതിരിക്കുന്നതിൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. മക്കൾ ആണെങ്കിൽ സൂത്രശാലികളാണ്. അവർ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ നിന്നാൽ സ്വത്ത് കിട്ടുമെന്നറിയുന്ന കാരണം കൊണ്ട് ഡാവിൽ ഇത് പറയും, വീട്ടിൽ പോകും, മറ്റിടത്ത് പോകുമ്പം തിരിച്ച് പറയുകയും ചെയ്യുന്നവരായിട്ടിരിക്കും. ഇതിൻ്റെ കോൺഫ്ലിക്റ്റുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളെ
പറിച്ച് നടുന്ന ആണ് പഴയ സിസ്റ്റം. ഒരു വീട്ടിൽ നിന്ന് നിൻ്റെ വീട് ഇതല്ല എന്ന് ആദ്യമേ തൊട്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു മനസ്സുള്ളത് കാരണം കൊണ്ട് ഒന്നുമില്ല കേട്ട് വളർന്നവരായത് കാരണം കൊണ്ടാണ് കുറച്ചത് പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ സകല അസ്തിത്വവും നഷ്ടപ്പെടും. വീട്ടിൽ നിന്ന് പറിച്ച് നടുക ചെയ്യുന്നത്. പെണ്ണ് കണ്ട് വലിച്ച് പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് നടുകയല്ലേ ചെയ്യുന്നത്. നട്ടാൽ ഒരു വേരും കിളിക്കാൻ സമ്മതിക്കത്തുമില്ല. 10-20 വർഷം എടുക്കും. ഈ അമ്മയൊക്കെ അച്ഛനും അപ്പൂപ്പനെ അവർക്ക് വയസ്സായി അവർക്ക് രക്ഷയില്ലാതാകുമ്പോൾ ഇവർ ശരിക്കും ഭരിക്കാൻ തുടങ്ങും. അപ്പോൾ ഉണ്ടാകുന്ന പുതിയ കോൺഫ്ലിക്റ്റാണ്. ഇതൊക്കെ അനുഭവിക്കുന്ന വീടുകളാണ് ഈ നമ്മൾ ഈ കാണുന്നത് കൂടുതൽ. ഓക്കെ, അപ്പോൾ മൈത്രേൻ എന്തായാലും നമ്മൾ കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ലാസ്റ്റ് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. റൂമറാണ്, കേൾക്കുന്ന ഒരു കാര്യമാണ്. താങ്കൾ എന്താണ് അഖിൽ മാരാറിൻ്റെ കൂടെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നില്ല എന്തോ ഒരു പേടിയാണ് എന്നുള്ള രീതിയിലെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭയമുള്ള ഒരാളാണോ മൈത്രേൻ? ഒരു ഭയവും ഇല്ല. എൻ്റെ അപ്പുറത്തിരിക്കാനായിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. ഓക്കെ, അടിപൊളി. എന്തായാലും മൈത്രേൻ്റെ ഈ ഒരു ഇതുപോലത്തെ ഒരു ആശയവും യാത്രയും ഇനിയും ഇതേപോലെ നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ. എന്തായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.